ശ്രീ എം ലിജു ഇന്ന് രാഹുലിന്റെ പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ 24 മണിക്കൂറും മോദിയെ വിമർശിക്കുന്നു, എന്നെ 24 മണിക്കൂറും പിണറായി വിമർശിക്കുന്നു എന്നാണ്. അത് അദ്ദേഹത്തിന് പറയാം. പക്ഷേ പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം, 2 പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ ജയിലിലാക്കിയ കേന്ദ്ര ഏജൻസികൾ പിണറായി വിജയനെ എന്തുകൊണ്ട് തൊടുന്നില്ല എന്ന് അദ്ദേഹം സങ്കടപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ മോദിയെ വിമർശിക്കുന്ന, അതിശക്തമായി വിമർശിക്കുന്ന 2 മുഖ്യമന്ത്രിമാർ ജയിലിലായി കഴിഞ്ഞു. അപ്പോൾ മോദിയെ വിമർശിക്കുന്ന എല്ലാവരും ജയിലിലാകണമെന്നാണോ രാഹുൽ ആഗ്രഹിക്കുന്നത്? ഒന്ന്, രാഹുൽ ഗാന്ധി പറഞ്ഞതൊരു വസ്തുതയാണല്ലോ. ശ്രീ രാഹുൽ ഗാന്ധി BJPയെയും BJPയുടെ അടിസ്ഥാനപരമായ ആശയങ്ങളെയും അതിശക്തമായി എതിർക്കുന്നു, സംഘപരിവാറിനെ എതിർക്കുന്നു. അതോടൊപ്പം തന്നെ BJP സർക്കാരിൻ്റെ പിന്നിലെ യഥാർത്ഥ ശക്തികളെ, സാമ്പത്തിക ശക്തികളെ, പ്രത്യേകിച്ച് അദാനി ഉൾപ്പെടെയുള്ളവരുടെ സാമ്പത്തിക സ്രോതസ്സിനെ ഹിഡൻബർഗ് റിപ്പോർട്ട് ഉൾപ്പെടെ കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം അതിശക്തമായി ഇന്ത്യൻ പാർലമെന്റ് എതിർത്തു. അപ്പോൾ BJP അതിശക്തമായി അദ്ദേഹം എതിർക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ BJPയെ പിന്തുണയ്ക്കുന്ന, ഉയർത്തിക്കൊണ്ടുവരുന്ന സംഘപരിവാർ ശക്തികളെയും ആശയങ്ങളെയും അതിശക്തമായി എതിർക്കുന്നത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി അയോഗ്യനാക്കാൻ അവർ ശ്രമിച്ചത്. രാഹുൽ ഗാന്ധിക്കെതിരെ ഏറ്റവും അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന, അദ്ദേഹത്തെ മോശക്കാരനാക്കുന്ന പ്രചരണങ്ങൾ രാജ്യവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ BJPക്കെതിരെ നിലപാടെടുക്കുന്ന മുഴുവൻ ആളുകൾക്കെതിരെയും ഇത്തരം ശത്രുതാപരമായ നിലപാടുണ്ട്. BJP അധികാരത്തിൽ വന്നപ്പോൾ തന്നെ P ചിദംബരത്തെ അറസ്റ്റ് ചെയ്ത് 100 ദിവസത്തോളം ജയിലിലടച്ചു. DK ശിവകുമാറിനെതിരെ കേസെടുത്തു. അരവിന്ദ് കേജ്രിവാളിനെ ജയിലിലിട്ടു. മനീഷ് സിസോഡിയെ ജയിലിലിട്ടു. ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തു. രാജ്യവ്യാപകമായി BJPക്കെതിരെ നിൽക്കുന്ന നേതാക്കന്മാരെ ED ഉപയോഗിച്ചും CBI ഉപയോഗിച്ചും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അതൊരു വസ്തുതയാണ്. അപ്പം അതിനകത്ത് കാര്യമുണ്ടാവണമെന്നില്ല. കള്ളക്കേസുകൾ എടുത്തും പ്രഷർ ചെയ്യുക എന്നുള്ളതാണ് ഇവർ ശ്രമിക്കുന്നൊരു തന്ത്രം. അപ്പം രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം പ്രസക്തമല്ലേ? ഇവിടെ ശ്രീ പിണറായി വിജയനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ നിലവിലുണ്ട്. ക്വാസി ജുഡീഷ്യൽ ബോഡിയായ ഇന്റർനം സെറ്റിൽമെന്റ് ബോർഡ് അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ കണ്ടെത്തലുകൾ കണ്ടെത്തിയിരിക്കുന്നു. ലൈഫ് തട്ടിപ്പ് കേസിൽ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ജയിലിലാണ്. സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന്റെ മൊഴി 164 തുല്യമായ മൊഴി മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെയുണ്ട്. ഒരു പ്രതികാര നടപടികളുമില്ല. സ്വാഭാവികമല്ലേ അത്? അപ്പോൾ നിരപരാധികളായ വ്യക്തികൾ, അല്ലെങ്കിൽ ഒരു തരത്തിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാരെ BJP വിരുദ്ധതയുടെ പേരിൽ മാത്രം പീഡിപ്പിക്കുമ്പോൾ, അവരെ അകാരണമായി ജയിലിലിടുമ്പോൾ, ഇവിടെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളും തെളിവുകളും റിപ്പോർട്ടുകളും ഉണ്ടായിട്ടും അദ്ദേഹം സർവതന്ത്ര സ്വതന്ത്രനായി നിൽക്കുന്നു. അതേ മുഖ്യമന്ത്രി തന്നെ നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹത്തിന് വ്യക്തിപരമായ ആരോപണങ്ങളില്ല. നിങ്ങൾ പിണറായി വിജയന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കൂ. മോഡി എന്നൊരു വാക്കുണ്ടോ സ്മൃതി? മോഡി എന്നൊരു വാക്ക് പിണറായി വിജയൻ പറയാം. അതായത് രാഹുലിനെ വിമർശിക്കാറുണ്ടല്ലോ. ഇന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞതിന് ശേഷം ഇന്ന് പറഞ്ഞു. ഇതിനു മുമ്പുള്ള അദ്ദേഹത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലെയും പ്രസംഗങ്ങൾ പരിശോധിച്ചാൽ നരേന്ദ്രമോദി നടത്തിയ ഗുജറാത്ത് കലാപം, നരേന്ദ്രമോദിയുടെ മൗനാനുവാദത്തോടെ നടക്കുന്ന നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന, നമ്മളെല്ലാം പറയുന്ന മണിപ്പൂർ കലാപം, നരേന്ദ്രമോദി നിശബ്ദത പാലിച്ചതാണ്. നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ചങ്ങാതിയായ ഗൗതം അദാനിയുടെ ഹിഡൻബർഗ് റിപ്പോർട്ടുകൾ, അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി ഈ രാജ്യത്ത് വിമർശിപ്പിക്കപ്പെടുന്ന നിരവധി പ്രശ്നങ്ങൾ, ഇതിലൊന്നും വ്യക്തിപരമായ ഒരു പരാമർശമില്ല. മോഡി എന്നൊരു പരാമർശമില്ല. പക്ഷെ രാഹുൽ എന്ന പരാമർശം വർദ്ധിക്കുന്നു. അതാ രാഹുൽ ഗാന്ധി ചോദിച്ചത്. നിങ്ങൾ ഞാൻ BJPയെ 24 മണിക്കൂർ എതിർക്കുന്ന ഒരാളാണ്. നിങ്ങൾ ഒരക്ഷരം പോലും മോഡിക്കെതിരെ സംസാരിക്കാൻ തയ്യാറാവില്ല. അപ്പോഴാണ് ഇന്ന് മോഡി എന്നൊരു വാക്ക് അദ്ദേഹത്തിന്റെ തിരുനാവിൽ നിന്നും ഒന്ന് പൊഴിഞ്ഞു വീണത്. ഇത് പ്രസംഗങ്ങളുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഒരു വളരെ പ്രസക്തമായ ഒരു ചോദ്യം. CAക്കെതിരെ രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിന്റെ ഭാരത് ജോഡോ യാത്ര മുംബൈയിൽ സമാപിച്ചപ്പോൾ അതിശക്തമായി അദ്ദേഹം CAക്കെതിരെ പരാമർശിച്ചു. അതിനടുത്ത ദിവസം പിണറായി വിജയന്റെ പ്രസംഗത്തിൽ ചോദിക്കുന്ന രാഹുൽ ഗാന്ധി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ടോ എന്നാണ്. ഉത്തരേന്ത്യയിൽ സംസാരിച്ചു. ഒരു പാൻ ഇന്ത്യൻ കാഴ്ചപ്പാടിൽ ജനകീയ വിഷയങ്ങളിലേക്കാണ് ചർച്ച ചെല്ലേണ്ടത് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഒരു ക്യാമ്പയിൻ നടത്തുമ്പോൾ, അതോടൊപ്പം പൗരത്വ ഭേദഗതി പോലുള്ള പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കുമ്പോൾ മോഡിയെ ഇഷ്ടപ്പെടുത്ത, അല്ലെങ്കിൽ BJPക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇവിടെ ഒരാൾ പ്രസംഗിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുന്നത് CAക്കെതിരെ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നുണ്ടോ? രണ്ടാമത്തെ പ്രശ്നം, മോഡി കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ക്യാമ്പയിൻ ആക്കിയത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിൽ മുസ്ലിം ലീഗിന്റെ പതാക ഉയർന്നു കഴിഞ്ഞപ്പോൾ അത് പാകിസ്ഥാൻ പതാകയാണെന്നാണ് അവരുടെ നവമാധ്യമ പ്രചരണം നടത്തിയത്.
ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ നോമിനേഷൻ സംഭവം നടന്നപ്പോൾ പതാക പ്രശ്നം വീണ്ടും ഉയർത്തുന്നതാരാ? പിണറായി ചോദിക്കുന്നത് എന്താ പതാക വരാഞ്ഞത്? പതാക കാണുന്നില്ലല്ലോ. അപ്പൊ ഇദ്ദേഹം BJPയുടെ ബി ടീമാണെന്ന കാര്യത്തിൽ സംശയമുണ്ടോ? വർക്കിംഗ് പ്രസിഡന്റ് ആണ്. കേരളത്തിലെ BJPക്കുള്ളത് സ്ലീപ്പിംഗ് പ്രസിഡന്റ് ആണെങ്കിൽ BJPയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് പിണറായി വിജയൻ. സംശയമൊന്നും വേണ്ട. ഇന്നിപ്പോ DK ശിവകുമാറിന്റെ പരാമർശം 100% ശരിയാണ്. എനിക്ക് DK ശിവകുമാർ രേവന്ത് റെഡ്ഡിയാണ് എന്നൊരു പരാമർശം നടത്തിയിരിക്കുന്നു. കേരളത്തിലെ BJPയുടെ വർക്കിംഗ് പ്രസിഡന്റ് പിണറായി വിജയനാണ്. നരേന്ദ്രമോദിയുടെ വിശ്വസ്ത സ്ഥാപനം പിണറായി വിജയനാണ്. ഗവർണറെ കണ്ട മുഖം തിരിക്കുന്ന പിണറായി വിജയൻ എയർപോർട്ടിൽ ചെന്ന് വിമാനത്താവളങ്ങളിൽ നിന്ന് നരേന്ദ്രമോദിക്കെതിരെ കുനിഞ്ഞ് സാഷ്ടാംഗ നമസ്കാരത്തിന് നിൽക്കും. തന്റെ പ്രസംഗങ്ങളിൽ ഒരിടത്ത് പോലും നരേന്ദ്രമോദി എന്നുള്ള പേരുച്ചരിക്കില്ല. പക്ഷെ രാഹുൽ ഗാന്ധി വിമർശിക്കും. പറയുന്നത് തെറ്റാണോ? പിണറായിക്ക് പ്രവർത്തിക്കാമെങ്കിൽ പറയുന്നതാണോ തെറ്റ്? പിണറായി ഭയത്തിലാണ്. ശിവശങ്കരൻ ജയിലിൽ കിടക്കുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്ന ആശങ്ക, തന്റെ മകളുടെ പേര് മാസപ്പടി കേസിൽ പരാമർശിക്കപ്പെടുമ്പോഴുണ്ടാവുന്ന ആശങ്ക, ഇതിനെല്ലാത്തിനും പരിഹാരമായി പിണറായി വിജയൻ മോഡിക്കും അമിത്ഷായ്ക്കും കൊടുക്കുന്ന മെസ്സേജാണ് എന്റെ ശത്രുത നിങ്ങളോടല്ല, എന്റെ ശത്രുത രാഹുലിനോടാണ്, ഞാൻ കോൺഗ്രസ് വിരുദ്ധനാണ്. ഈ മെസ്സേജാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അത് വ്യക്തമല്ലേ? അത് രാഹുൽ ഗാന്ധി പുറത്തു പറഞ്ഞപ്പോൾ ഇന്ന് മോഡി എന്ന് ഉരിയാടിയത് കൊണ്ട് ഇതുവരെയുള്ള പാപകർമ്മങ്ങൾ അതുകൊണ്ട് വിസ്മൃതമാകുമോ? ഇതുവരെ വിശ്വസ്ത വിനീതനായ ഒരു സേവകന്റെ റോൾ വളരെ കൃത്യമായി പിണറായി വിജയൻ നിർവഹിച്ചിട്ടുണ്ട് എന്ന കാര്യം സംശയമൊന്നുമില്ല. പിന്നെ നിയമസഭ പ്രമേയം പാസ്സാക്കുന്നതും ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.